டீ குடிச்சிட்டீங்களாடா? குடிச்சு சார். அந்த பொண்ணை யாராவது பார்த்துருக்கீங்களா? இல்லை சார். நல்லா பார்த்து சொல்லுங்க. എവനാവത് പിത്തലാട്ടം പണ്ണീങ്ക. സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല സാർ. ആഹാ, മലയാളിയാ? സാർ ഇവിടെ വന്ന ശേഷം ഞങ്ങൾ ഈ പരിപാടിയൊക്കെ നിർത്തി. സാർ ഇവിടുത്തെ സൂപ്പർ ഹീറോ അല്ലേ സാറേ? ഞാൻ ഒരു കഥ പറയാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം, സെക്കൻഡ് ഇയറാ. ഈ ജൂനിയേഴ്സിന് റാഗ് ചെയ്യുന്നതിനിടയിൽ നല്ല ഭംഗിയുള്ളൊരു ശാലീന സുന്ദരി, ആർക്കോളെ കണ്ട പ്രേമം തോന്നിപ്പോവും. എനിക്ക് തോന്നി. അന്ന് ഞാൻ തീരുമാനിച്ചു കല്യാണം കഴിക്കുന്നെങ്കിൽ ഇവളായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവളെ വളച്ചെടുത്തു. 3 കൊല്ലം ഞങ്ങൾ പ്രേമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുബായ് നൃത്തം കെട്ടിയെടുക്കുന്നത്. അപ്പോൾ അവൾ എൻ്റെ പ്രേമമൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ അരി വറുത്ത് തന്ന് അവൾ അങ്ങോട്ടങ്ങ് പോയി. അവൾ അപ്പം വറുത്തത് അരി. നീ വീണ്ടും വറുക്ക ഒന്നു മോനെ, പഞ്ചമത്തിൽ കയറി ആട്ടല്ലേ சார். நீங்கள் வந்ததுக்கப்புறம் நாங்கள் இந்த மாதிரி தப்பே பண்ணுறல சார். அப்படிங்களா? நீங்கள் தான் சிட்டி ஹீரோ வச்சா சார். മലയാളത്തിൽ പറഞ്ഞത് ഇവങ്ങളെല്ലാം ചേർത്ത് ഒരേ സെല്ലി പോടുക. சார் நீங்கள் தான் சார் அந்த செல்லில் இருக்கீங்க. എങ്കയാവത് പോടയ്യാ சார் ஜானிக்குட்டி லைனில். ഓ, ഇത് ഇന്ന് അരി പറക്കും. മിസ്റ്റർ ജോണിക്കുട്ടി സാർ, നിങ്ങളുടെ കേസ് തന്നെയാണ് ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വിവരം കിട്ടുമ്പോൾ വിളിച്ച് അങ്ങോട്ട് അറിയിക്കാം. സാർ ഞാൻ சம்பாதிக்கிறாங்களோ இல்லையோ எல்லாம் கார்டு மட்டும் சொல்லி வச்சுக்கிறானுங்க. எல்லாம் பார்த்துக்க முடியல சார். அவன்கிட்ட போயிட்டு சார் சார் உங்கள் பர்ஸில் கார்டுக்குதா இல்லை கேஷ் இதான்னு கேட்டு அடிக்கிறாங்க. அவன் இதை அடிச்சுட்டு எஸ்கேப் ஆகுதுக்குள்ளேயே கோலி தொண்டையை தொட்டு போது பெருசாக பேசுகிறான். உடனே சூடாடியா சும்மா கலாசுண்டாடி கவரிங்க. இது என்னது? சொல்ல மறந்துட்டேனே, எங்கள் அம்மா எப்போவுமே சொல்லும் நல்ல விஷயம் பண்ணுறதுக்கு முன்னாடி ஸ்வீட் சாப்பிட சொல்லிச்சா? கோயிலுக்கு போக சொல்லிச்சு. நான் அப்படியே கோயில் போயிருந்தேனா. கோயிலுக்கா? இல்லை கோயில் பக்கமாக வந்துட்டு இருந்தேனா, அங்கே பார்த்தா ஒரு லூஸு ரோட்டில் காசு எண்ணிருந்தான். நான் அவனை பார்த்துக்கினே போனேன்னா அந்த டைமில் பார்த்து அவனுக்கு ஒரு நாய் கால் பண்ணான். அவர் ஃபோன் எடுத்தார், நான் காசு எடுத்துன்னு வந்துட்டேன். அவன் என்னடனா வகதொகலாமல் துரத்தி அச்சுன்னு வந்தான். நல்ல வேலை அந்த நேரம் நீ வந்த. ஆமாம், நீ எப்படி அங்கே வந்த? அது நான்சியோட ஹஸ்பண்டு வேலைக்கு போயிட்டான்னு சொல்லிட்டு நான்சி கால் பண்ணிச்சா, அதான் அவளை பார்க்கலான்னு வந்தேன். திடீர்னு பார்த்தா நீ அவங்க கூட உண்ணுனுக்குற. சரி நீ ஒன்று தான் காசு மேட்டராக தான் இருக்குன்னு ஃபெர்னாண்டஸ்க்கு போன செங்கடாகிறேன்னு கேட்டேன். ஏராள் நகரம் சொன்னான். சரி ஆட்டோ எடுத்துன்னு சொல்லி கட்டுன்னு எடுத்துன்னு எஸ் ஆகிட்டல 50 ரூபா இது. இது பார், இந்த மாதிரி சில்லறை அடிச்சுனதுக்கு எதனா ஒன்று லம்பாக பண்ணணும். பார்த்து சொல்லு. நானும் அதைத்தான் யோசிச்சுன்னுக்கிறேன். அதுக்கு ஒரு பிளான் வச்சுருக்கேன். എന്ത്? എപ്പോ? എവിടെ? ഏത് ഹോസ്പിറ്റല്? വണ്ടി ഇറങ്ങ്. എന്താടാ പറ്റിയത്? റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പറ്റിയതാ. ആ ഓട്ടോ വന്ന സ്പീഡിൽ അടിച്ചിരുന്നെങ്കിൽ ഞാൻ തട്ടിപ്പോയനെ. ഈ നിൽക്കുന്ന പുള്ളിയാണ് കറക്റ്റ് സമയത്ത് എന്നെ രക്ഷിച്ചത്. ഞാനാ? ഇവനോ? ആ, താങ്ക് യു. എന്താ നിന്റെ പേര്? മാത്യു. മാത്യുവിനെ ഇവനെപ്പോഴാണ് ജനിച്ചതെന്ന്? എൻ്റെ ഏട്ടൻ്റെ മോനുണ്ടായപ്പോഴാണ് ഞങ്ങളുടെ അപ്പൻ ഇവൻ ജനിക്കുന്നത്. ഒരനിയനെ പോലല്ല, സ്വന്തം മോനെ പോലെ ഞാനിവനെ വളർത്തിയത്. അമ്മയും അച്ഛനില്ലാത്ത ഒരു കുറവും ഞാനിവന് വരുത്തിയിട്ടില്ല. ഡ്രസ്സിന് ഡ്രസ്സ്, ഫുഡിന് ഫുഡ്, പാട്ടിന് പാട്ട്. ഉടങ്ങി പുരാണം. ഇപ്പോഴിവൻ എൻ്റെ പാട്ട് കേട്ട് ഉറങ്ങും. ചെറുപ്പം മുതലുള്ള ശീല. മോനെ, നിനക്ക് നല്ല വേദനയുണ്ടല്ലേ? വിഷമിക്കണ്ട, നീ ഉറങ്ങിക്കോ, ഞാൻ പാടാം. ഹരി മുരളി, ഹരി മുരളി. അനിയ, ഞങ്ങളുടെ മാണിക്കുഞ്ഞിനെ അടിച്ച ഓട്ടോ നമ്പർ ഓർമ്മയുണ്ടോ? TN07
T5305. എടാ ഊക്കനെ വിളിയടാ. ഏതൂക്കൻ? ഹ, നമ്മുടെ SI ഊക്കനെ. ആ ആ. ആ പറയാ. എടാ എന്റെ അനിയനെ ഒരു ഓട്ടോ അടിച്ചിട്ട് നിർത്താതെ പോയി. അരമണിക്കൂറിനുള്ളിൽ ആ ഓട്ടോ ഡ്രൈവറും ഓണറും എന്റെ മുന്നിൽ ഉണ്ടാവണം. ബാക്കി കാര്യങ്ങളൊക്കെ ദൈവമാര് പറയും. ആ വിടു. ആ ഓട്ടോ നമ്പർ വല്ല അറിയാടാ? ആ എത്ര? TN07 T5305. മാത്യു, നീ എന്താ ചെയ്യുന്നത്? ഞാനൊരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കണം സാർ. നീ ഏതുവരെ പഠിച്ചു? BE കമ്പ്യൂട്ടർ സയൻസ്. അത് ശരി. എന്നിട്ടെന്താ നമ്മുടെ കമ്പനി വരാത്തത്? സാറിൻ്റെ കമ്പനിയുടെ പേര്? കമ്പനിയുടെ പേര് ടെക്നിക്. സാർ ഞാനിവിടെ വന്നിരുന്നു. ചോദിച്ച എക്സ്പീരിയൻസ് എനിക്കില്ലാത്തതുകൊണ്ട്. ആര് ചോദിച്ചു? ഞങ്ങളല്ല. മാത്യു, കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമാണ്. കമ്പ്യൂട്ടർ നിനക്ക് എന്തൊക്കെ അറിയാം? എനിക്ക് ബേസിക് COBOL, VB.NET, C++, ഫോട്ടോഷോപ്പ് ഇതൊക്കെ അറിയാം. CD റൈറ്റ് ചെയ്യോ? അറിയാം. DVD-യും റൈറ്റ് ചെയ്യും. അപ്പം നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യും, രാവിലെ തന്നെ ഓഫീസിൽ ഒന്ന് ജോയിൻ ചെയ്യും. ഞാൻ എൻ്റെ പെമ്പർനോത്തിയോട് പറഞ്ഞേക്കാം. ഓ താങ്ക് യു സാർ. സാർ എനിക്കൊരു സഹായം ചെയ്യാവോ? എന്ത്? பேஷண்ட் சொன்னு சொல்லி யாராவது இருக்கீங்களா? கேர்ள் வாய்ஸ். அண்ணன் இருக்க. ஓ எங்க? நான் தான். ஓகே, உங்களை டாக்டர் கூப்பிடுறாங்க. நான் வரேன் சொல்லு. சொல்றேன். ജാട കാണിച്ച പെണ്ണും പോയി. മാത്യു, നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. சார் அந்த ஆட்டோ நம்பரை RDO ஆஃபீஸில் போய் விசாரிச்சிட்டேன் சார். ஆட்டோ டிரைவர் எனக்கு தெரிஞ்சவன் தான். என் வீட்டு பக்கத்தில் தான் சார் இருக்கான். அப்படியா? வண்டியிட சார் இது அங்கே வச்சு. ஓகே சார். സമയത്തരേ? 5 മണി പറയും. കറക്റ്റ് സമയം 4:58. சாயந்தரம் 5 மணி வரைக்கும் தான் உனக்கு டயம். வட்டியும் அசல் வரணும். 5 மணிக்குள்ள காசை அண்ணன் கிட்ட போ. പട്ടരാജ് എങ്ങനത്താളാണ് നിനക്ക് നന്നായിട്ട് അറിയാലോ. ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ പട്ടരാജിക്കുള്ള കാശ് നീ കൊടുത്തേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് നീ റൂമിലേക്ക് വന്നോ. 50,000 രൂപ അർജന്റായിട്ട് വേണം.